ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 17 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. ചോസ്തി, ഗാണ്ടർബാർ മേഖലകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. സൈന്യവും NDRFന്റെ 2 സംഘങ്ങളും രക്ഷാദൌത്യത്തിനുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാധ്യമായ എല്ലാ സഹായവും ഉറപ്പു നൽകി. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എന്താണ് സ്ഥിതി? എന്തായാലും ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ നിന്ന് പുറത്തു വരുന്നത്. അല്പസമയം മുമ്പാണ് കിഷ്ത്വാറിലെ ചോസ്തി മേഖലയിൽ ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അതൊരു വലിയ മിന്നൽ പ്രളയമായി മാറുകയും ചെയ്തത്. 17 മരണമാണ് ഇപ്പോൾ സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം നിരവധി പേരെ കാണാതായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതേസമയം തന്നെ 200ഓളം പേർ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം ഒരു തീർത്ഥാടന മേഖലയാണ് ഈ ചോസ്തി എന്ന് പറയുന്നത്. അവിടെ ഈ മച്ചയിൽ മാതാ തീർത്ഥാടന യാത്ര നടക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു യാത്ര നടക്കുന്ന വഴിയിലാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടാവുകയും തീർത്ഥാടകരടക്കം അപകടത്തിൽ പെടുകയും ചെയ്തത്. ഈ ചോസ്തി മേഖലയിൽ വാഹനങ്ങൾ നിർത്തിയതിനു ശേഷം ഏകദേശം 2800 അടി മുകളിലുള്ള ക്ഷേത്രത്തിലേക്കാണ് തീർത്ഥാടകർ ട്രെക്ക് ചെയ്തു പോകുന്നത്. ആ ഒരു സമയത്താണ് ഈ മേഘവിസ്ഫോടനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. NDRFന്റെ 2 സംഘങ്ങൾ 150 അംഗങ്ങളുള്ള 2 സംഘങ്ങളാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. സൈന്യവും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഹിമാചൽ പ്രദേശിലെ ദരാലിയിൽ മേഘവിസ്ഫോടനം ഉണ്ടാവുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തത്. ഇപ്പോഴും കാണാതായവരെ കുറിച്ച് യാതൊരു വിവരവും സർക്കാരിന്റെ പക്കലില്ല. എന്തായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് കിഷ്ത്വാറിൽ നിന്നുള്ള സംഭവം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായും അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണറുമായി സംസാരിച്ചിട്ടുണ്ട്. സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹെലികോപ്റ്ററുകളടക്കം ഈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കുകയാണ്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ് തുടരുന്നത്. ആ മഴയിൽ ഇതുകൂടാതെ തന്നെ ജമ്മു കാശ്മീരിലെ ചോസ്തി കൂടാതെ തന്നെ മറ്റ് മേഖലകളിലും ഇപ്പോൾ മേഘവിസ്ഫോടനങ്ങളും അതുപോലെ തന്നെ മിന്നൽ പ്രളയങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് തന്നെയാണ് കിഷ്ത്വാറിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.